കൂടാതെ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാം. നമ്മുടെ ന്യൂവിൻ്റെ അഷൻസിൻ്റെ എയുടെ പ്രീയുടെ സ്കോർ കാർഡ് വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഉണ്ടാവും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഓർമ്മ, നമ്മുടെ SSC CGL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് SSC കലണ്ടർ ഇറങ്ങിയായിരുന്നു 2022 നടത്താനുള്ള എക്സാംസിൻ്റെ. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ തന്നെ 24 CGL നോട്ടിഫിക്കേഷൻ വരും. അതായത് 2021 ഡിസംബർ 24 നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കറക്റ്റ് 1 മന്ത് ഗ്യാപ്പുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഓൾറെഡി SSCയിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക, കുറച്ച് ഡീറ്റെയിൽസ് അടിക്കുക, ഫീസ് അടയ്ക്കുക, രജിസ്റ്റർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ എല്ലാം സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകളെല്ലാം ഇവിടെയുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, ഫീസ് അടയ്ക്കാൻ പറ്റുന്നത് എന്നാണ്, തിരുത്താൻ പറ്റുന്നത് എന്നാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ഫസ്റ്റ് ഇയർ എക്സാം ഏപ്രിലായിരിക്കും. പിന്നെ നമുക്കെല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ വർഷം CET ഉണ്ടായിരിക്കുമെന്ന്. അതായത് നമ്മുടെ SSC, അതുപോലെ റെയിൽവേ, IBPS ഇതിൻ്റെ എല്ലാം പ്രീ എക്സാം ഒരുമിച്ച് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുമെന്നുള്ള ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയ ഒരു അറിവനുസരിച്ച് CETയിൽ SSCയുടെയും റെയിൽവേയുടെയും IBPSൻ്റെയും പ്രീ എക്സാം ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ SSC എക്സാംസിൻ്റെ കലണ്ടർ ഓൾറെഡി ഇറങ്ങി. അതായത് ഏത് മാസം SSCയുടെ ഏത് എക്സാം നടത്തണം എന്നുള്ള കലണ്ടർ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ RRB, നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഫെബ്രുവരിയിൽ. അപ്പോൾ ഈ വർഷത്തെ SSCയുടെ പരീക്ഷകളെല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ റെയിൽവേയുടെ എക്സാമും ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ഈ വർഷം CET ഉണ്ടാവത്തില്ലെന്നാണ് നമ്മുടെ ഒരു അനുമാനം. ഓക്കെ, ഇനി നമുക്ക് ഈ നോട്ടിഫിക്കേഷനിലെ ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ ഈ CGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണല്ലോ നമുക്ക് എല്ലാവർക്കും പറയാം. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രികളുടെ കീഴിൽ വരുന്ന ഓഫീസുകളിലെ ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C പോസ്റ്റുകളിലെ റിക്രൂട്ട്മെൻറ്റാണ് CGL വഴി നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണെന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൻ്റെ അകത്തെ ഒരു 5 പോസ്റ്റുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പോസ്റ്റുകളുടെയും ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. ആ 5 ഏതൊക്കെയാണെന്ന് നോക്കി. അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അതിന് നമ്മൾ ഷോർട്ടാക്കി AO എന്ന് വിളിക്കും. പിന്നെ ജൂനിയർ സ്റ്റാറ്റിക്കൽ ഓഫീസർ, അത് നമ്മൾ JSO എന്ന് വിളിക്കും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2, അസിസ്റ്റൻറ്റ് ഇൻ നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ, പിന്നെ റിസർച്ച് അസിസ്റ്റൻറ്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, ഇത്രയാണ്. ബാക്കി പോസ്റ്റുകളിലേക്കെല്ലാം ഡിഗ്രി മതി. പിന്നെ നമുക്കുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൈവറ്റായിട്ട് ഡിഗ്രി എടുക്കത്തില്ലേ, അതായത് ഡിസ്റ്റൻറ്റ് ഡിഗ്രി എടുക്കത്തില്ലേ, അത് വെച്ച് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ്. അത് വെച്ച് അപ്ലൈ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളായിരിക്കണം. അപ്പോൾ നമ്മുടെ IGNO ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം CGLൻ്റെ മൊത്തം 4 ടയർ ഉണ്ടാവും. ടയർ 1, ടയർ 2, ടയർ 3, ടയർ 4. ഇതിനകത്തെ ആദ്യത്തെ 2 ടയർ നമ്മൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ്. പിന്നെ 3ാമത്തെ ഡിസ്ക്രിപ്റ്റീവും 4ാമത്തെ ഒരു സ്കിൽ ടെസ്റ്റുമാണ്. അപ്പോൾ ഈ ടയർ 1-ന് മൊത്തം 100 ക്വസ്റ്റ്യൻ ഉള്ളത്. 100 ക്വസ്റ്റ്യൻ. അതിനകത്ത് 25 ക്വസ്റ്റ്യൻ മാത്സ്, 25 റീസണിങ്, 25 GK, 25 ഇംഗ്ലീഷ്. പിന്നെ ടയർ 1-ന് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ടായിരിക്കും. അപ്പോൾ 100 × 2 ചെയ്ത് കഴിഞ്ഞാൽ 200 മാർക്കിലായിട്ട് എക്സാം. പിന്നെ നെഗറ്റീവ് വരുന്നത് ഹാഫ് മാർക്കാണ്, 0.5 മാർക്ക്. പിന്നെ ടയർ 2-ന് മെയിനായിട്ട് 2 പേപ്പറുള്ളത്, മാത്സും ഇംഗ്ലീഷും. ഇനി നമ്മൾ JSO എന്നുള്ള പോസ്റ്റൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേപ്പർ എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ബാക്കി പോസ്റ്റുകൾ നോക്കുന്നെങ്കിൽ ഈ 2 പേപ്പറും പോയി എഴുതണമെന്നില്ല. പക്ഷേ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ഈ പേപ്പറും കൂടെ എഴുതാൻ പാകത്തിനുള്ള ഹോൾ ടിക്കറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നമ്മുടെ ടയർ 2-ന് മാത്സ് 100 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ടായിരിക്കും. ഇംഗ്ലീഷ് 200 ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ടായിരിക്കും. അപ്പോൾ മൊത്തം 200, 200ഉം 400-ലായിരിക്കും എക്സാം. ഓക്കെ, ഇനി ടയർ 3 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവാണ്. അതിനകത്ത് SAയോ പ്രീസിസോ ലെറ്ററോ ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും റൈറ്റിംഗ് ആയിരിക്കും. 1 മണിക്കൂർ ടൈം ഉണ്ടാവും, 100 മാർക്കും ആയിരിക്കും. ഇനി ടയർ 4 എന്ന് പറഞ്ഞാൽ സ്കിൽ ടെസ്റ്റാണ്. ഇതിൽ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള അറിവും അതുപോലെ നമ്മുടെ ടൈപ്പിംഗ് സ്കില്ലും ടെസ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചിരിക്കുക. സിലബസ് നിങ്ങൾ ജസ്റ്റ് വായിക്കുക, എന്നിട്ട് പ്രീവിയസ് ഇയർ പേപ്പർ എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ലെവലൊക്കെ നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും. നമ്മുടെ ഈ SSC അതുപോലെ റെയിൽവേ ഈ എക്സാമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആൻസർ കീ കിട്ടും. ആൻസർ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഷിഫ്റ്റിലെ പേപ്പർ അതേ ഓർഡറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, ഓപ്ഷൻസും ഉണ്ടാവും. അതിനകത്ത് ഏത് ഓപ്ഷനാണ് നമ്മൾ ടിക്ക് ചെയ്തത്, അതിനകത്ത് കറക്റ്റ് ആൻസർ ഏതായിരുന്നു, ഇത്രയുള്ളൊരു ഫയൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് SSCയുടെയും റെയിൽവേയുടെയും പ്രീവിയസ് ഇയർ പേപ്പർ കിട്ടാണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ എക്സാം ആണെങ്കിൽ എല്ലാ ഷിഫ്റ്റിൻ്റെ പേപ്പറും കൂടെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പക്ഷേ ബാങ്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അതിന് കിട്ടത്തില്ല. ബാങ്കിന് അപ്പോൾ നമുക്ക് മെമ്മറി ബേസ്ഡ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ സൈറ്റുകളിൽ നിന്ന് കിട്ടും, അത്രേ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് വായിക്കുക. ലിങ്ക് താഴെ ഉണ്ടാവും. എന്നിട്ട് സമയം കളയാതെ അപ്ലൈ ചെയ്യുന്നവർ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം.